നമസ്കാരം. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരെയും ബാധിക്കും. ചിലർക്ക് വളരെ അനുകൂലമായ ഫലമാണ് ആ സമയത്ത് ലഭിക്കുക. ജീവിതത്തിൽ വൻ നേട്ടങ്ങളും ഉയർച്ചയും ആ സമയത്തുണ്ടാകും. ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം പ്രധാനപ്പെട്ട പല യോഗങ്ങളും സൃഷ്ടിക്കും. വ്യാഴവും ചന്ദ്രനും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗജകേസരി യോഗത്തിൻ്റെ ഗുണം അതിനുദാഹരണമാണ്. ഈ സംയോജനം ചില രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമ്പത്ത്, അറിവ്, പ്രശസ്തി, ഭാഗ്യം, കുട്ടികൾ എന്നിവയുടെ കാരകനാണ് വ്യാഴം. വികാരങ്ങൾ, മനസ്സ്, സന്തോഷം, ഐശ്വര്യം എന്നിവയുടെ കാരകനാണ് ചന്ദ്രൻ. വ്യാഴവും ചന്ദ്രനും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗജകേസരി യോഗം 3 രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും വാഗ്ദാനം ചെയ്യും. ഈ 3 രാശിക്കാരുടെ ജീവിതത്തിൽ അതുല്യമായ നേട്ടങ്ങൾ അനുഭവപ്പെടും. പ്രതിസന്ധികൾ തരണം ചെയ്ത് പുരോഗതിയിലെത്തുവാൻ സാധിക്കും. ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് ചിങ്ങം രാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങരാശിക്കാർക്ക് അവരുടെ ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും. കൂടാതെ വീടും വാഹനവും വാങ്ങുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ ചിലവ് ഒഴിവാക്കണം. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് ലാഭം ഉണ്ടാവാൻ പറ്റുന്ന സമയമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ മോചനമുണ്ടാകും. കുടുംബത്ത് മംഗളകർമ്മം നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും. ഒന്നിൽ കൂടുതൽ വരുമാന മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. കല, സാഹിത്യം, സാങ്കേതികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത്. ജീവിതത്തിൽ പണവും പദവിയും തേടിയെത്തും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിനുള്ള ഒരു സമയം കൂടിയാണിത്. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയും. ജീവിതത്തിലേക്ക് പുതിയ അതിഥികൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രണയബന്ധമോ സന്താന ഭാഗ്യമോ വിവാഹമോ ഒക്കെ ആയിട്ടായിരിക്കാം സംഭവിക്കുന്നത്. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ശോഭിക്കുവാൻ കഴിയുന്ന സാഹചര്യമാണ്. അടുത്തതായി വരുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്നത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിരാശിക്കാർക്ക് അവരുടെ മുടങ്ങിക്കിടന്ന പല ജോലികളും പൂർത്തീകരിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ ലാഭകരമായ അവസരങ്ങൾ വന്നു ചേരും. ഈ യോഗത്തിൻ്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരാൻ കാരണമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരുന്നതിനും നടക്കുന്നതിനും സാധിക്കുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. പുതിയ തുടക്കത്തിന് പറ്റിയ സമയമാണ്. ബിസിനസ്സിൽ ശോഭിക്കും. ജീവിതത്തിലെ കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഈ കാലയളവിൽ നേട്ടങ്ങളാക്കി മാറ്റുവാൻ കഴിയും. പാരമ്പര്യ സ്വത്തുക്കൾ വന്നു ചേരുകയും അതുവഴി സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാകും. നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിയവരുമൊക്കെ നിങ്ങളുടെ വളർച്ചയിൽ അമ്പരക്കുന്ന കാലമാണ്. മിത്രങ്ങൾ ശത്രുക്കളാകുവാനും ശത്രുക്കൾ മിത്രങ്ങളാകുവാനും സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും മാറുന്നതാണ്. സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും. കുടുംബം രക്ഷപ്പെടുന്ന സമയമാണ് വന്നിരിക്കുന്നത്. പണവും പദവിയും സ്ഥാനമാനങ്ങളും എല്ലാം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയമാണ് വരാൻ പോകുന്നത്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിരുന്ന എല്ലാവിധ തർക്കങ്ങളും അവസാനിക്കും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുവകകൾ ലഭിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ സമയമാണിത്. ഈ കാലയളവിൽ ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ബിസിനസ് രംഗത്തുള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യും. പ്രമോഷന് സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ അത്യപൂർവമായ പലവിധ നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ശത്രുക്കളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായങ്ങളും വളരെ വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും. ഒന്നിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. ഇവർ തൊട്ടതെല്ലാം പൊന്നായി മാറും. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഇനി സഫലമാകും. ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബം രക്ഷപ്പെടും. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും പഠനകാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. ജീവിതത്തിൽ സുഖവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത്. എല്ലാ രാശിക്കാരും കഴിയുന്നത്ര ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.